ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് പഠിക്കുകയാണ് നമ്മൾ. ഇന്ന് രണ്ടാമത്തെ റിവിഷൻ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റില് പ്രധാനപ്പെട്ട മറ്റൊരു ചാപ്റ്റർ ആണ് എനി വുമൻ എന്ന് പറയുന്ന കവിത ബൈ കാതറീൻ ടൈനൻ. അപ്പൊ ഈ കവിതയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം വാരി വലിച്ച് പഠിക്കുന്നില്ല നമ്മള്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഈ കവിതയിൽ നിന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിയും. കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിരുന്നു, ഒരു പരീക്ഷ പോലും ഈ കവിതയിൽ നിന്ന് ചോദ്യങ്ങൾ ഇല്ലാതായിട്ടില്ല, എല്ലാ തവണയും ചോദിക്കാറുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ചാപ്റ്റർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഷുവർ ബാച്ച് സേക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്നതാണ്, അതിന്റെ 9ാമത്തെ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആ ബാച്ചിൽ ചേരുന്ന ആളുകൾ ഷുവർ ആയിട്ടും ഒരു 58 മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഫോർമാറ്റ് ഉപയോഗിച്ച് വളരെ ട്രിക്കി ആയിട്ട് പഠിപ്പിക്കുന്ന ബാച്ചാണ്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പില് കോണ്ടാക്ട് ചെയ്യുക. പെയ്ഡ് ക്ലാസ് ആണ് എന്നുകൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് ഇന്നത്തെ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ പോയിന്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. എനി വുമൻ ബൈ കാതറീൻ ടൈനൻ. അപ്പൊ ഒന്നാമത്തെ പോയമാണ് എനി വുമൻ എന്ന് പറയുന്നത്. ഈ പോയത്തിന്റെ ടൈറ്റിൽ തന്നെ നമ്മൾ നോക്കാം. എനി വുമൻ എന്നാണ് പറയുന്നത്. ഏതൊരു സ്ത്രീയെയും റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ്. എന്നാൽ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും, എനി വുമൻ എന്നുള്ള പോയം ആരെ കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ആരെ കുറിച്ചാണ്? മദറാണ്. അമ്മയെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ മദറിനെ കുറിച്ചാണ് ഈ പോയതിൽ പറയുന്നത്. ആ എനി വുമൻ എന്നുള്ളത് മദറാണ്. അപ്പൊ ആ കാര്യം കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനി ഈ പോയത്തൊന്ന് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇതിലെ ലൈൻസ് തന്നിട്ട്, വരികൾ തന്നിട്ട് അതിന്റെ ആശയം എഴുതാൻ ചോദിക്കും. എലാബറേറ്റ് ദ ഫോളോയിങ് ലൈൻസ് എന്ന് പറയും. അപ്പൊ എലാബറേറ്റ് ദ ഫോളോയിങ് ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഈ പോയം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഇതിന്റെ എഴുത്തുകാരൻ ആരാണെന്ന് പറയുക, കൂടാതെ ഇതിൽ എന്താണ് പറഞ്ഞതെന്ന് പറയുക. അതിനപ്പുറത്ത് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച്, ഭാഷാലങ്കാരങ്ങൾ ഏതെങ്കിലും ഉണ്ടോ അതൊക്കെ സൂചിപ്പിക്കുക എന്നാണ്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു വരി, ഈ കവിതയിൽ നിന്ന് ഏത് വരി വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന സെന്റൻസ് ആണ് ഞാൻ താഴെ തന്നിട്ടുള്ളത്. ഒരു 4 സെന്റൻസ് തന്നിട്ടുണ്ട്. ഇത് എഴുതിക്കോളൂ. 4 മാർക്കിന് എലാബറേറ്റ് ദ ഫോളോയിങ് ലൈൻസ് എന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ എന്തായാലും 2 മാർക്ക് ഉറപ്പായിട്ടും ഇതൊന്ന് കിട്ടും. അപ്പൊ എന്താ നമ്മൾ എഴുതേണ്ടത് ഇതാണ്. ദ പോയം എനി വുമൻ എന്ന് പറയുന്ന ഈ കവിത, ദ പോയം എനി വുമൻ റിട്ടൺ ബൈ കാതറീൻ ടൈനൻ. അപ്പൊ ഏതാണ് കവിത, ആരാണ് എഴുതിയതെന്നാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ദ പോയം എനി വുമൻ റിട്ടൺ ബൈ കാതറീൻ ടൈനൻ. കാതറീൻ ടൈനൻ ആണ് എനി വുമൻ എന്ന് പറയുന്ന കവിത എഴുതിയത്. ഇറ്റ് ഈസ് എ പ്രയർ ഓഫ് എ മദർ. ഇത് എന്ത് കവിതയാണ്? ഇത് പ്രയർ ആണ്. ഇതൊരു പ്രാർത്ഥനയാണ്. ആരുടെ? മദർ, ഒരു അമ്മ നടത്തുന്ന പ്രാർത്ഥനയാണ്. 3ാമത്തെ സെന്റൻസ്, ദ പോയം ഈസ് ദ വോയിസ് ഓഫ് വുമൻ. ഈ കവിത എന്താണ്? ദ വോയിസ് ഓഫ് എ വുമൻ, ഒരു സ്ത്രീയുടെ ശബ്ദമാണ്. കാരണം ഇത് എഴുതിയതും സ്ത്രീയാണ്. ഇത് ആരെ കുറിച്ച് എഴുതിയത്? സ്ത്രീകളെ കുറിച്ചാണ്. ഇതിൽ ആരാ പറയുന്നത്? മദറാണ് പറയുന്നത്. അപ്പൊ ഈസ് എ വോയിസ് ഓഫ് വുമൻ. പിന്നെ ഈ കവിതയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? മെറ്റഫർ ആണ്. അതുകൊണ്ട് ഇതിനെ നമുക്കെന്ത് പറയാം? ഇറ്റ് ഈസ് എ മെറ്റാഫറിക്കൽ പോയം. അപ്പൊ എലാബറേറ്റ് ദ ഐഡിയാസ് ഓഫ് ദ ഫോളോയിങ് ലൈൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതങ്ങനെ എഴുതുക. ഏത് വരി ചോദിച്ചാലും എന്തായാലും 4 മാർക്കിൽ 2 മാർക്ക് ഷുവർ ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ആ ലൈനിന്റെ വിശദീകരണമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പൊ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്തെല്ലാം ചേർത്ത് നമ്മൾ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണ് ഇനി അടുത്ത് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ആരും മറക്കരുത്. എഴുതി വെച്ചോ. എല്ലാവരും എഴുതി വെച്ച് ഇത് പഠിക്കുക. എഴുതി വെച്ച് പഠിച്ചോ. 4 സെന്റൻസുകളും പഠിച്ചോ. 2 മാർക്ക് ഈ കവിതയിൽ നിന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ കവിത പറയുന്നത് നോക്കാം. എനി വുമൻ ഈസ് എ പോയം റിട്ടൺ ബൈ കാതറീൻ ടൈനൻ. ഇസ് ആൻ ഐറിഷ് പോയറ്റ്. അയർലൻഡുകാരി അല്ലെ, ഐറിഷ് പോയറ്റ് ആയിട്ടുള്ള കാതറീൻ ടൈനൻ ആണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. 2ാമത്തെ പോയിന്റ്, ദ പോയം ഈസ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് മദർ ഇൻ ഫാമിലി. അപ്പൊ ഈ പോയം ആരെ കുറിച്ചാണ്? മദറിനെ കുറിച്ച്. ഇമ്പോർട്ടൻസ് ഓഫ് മദർ ഇൻ എ ഫാമിലി, കുടുംബത്തിൽ ആരുടെ പ്രാധാന്യം? മദറിന്റെ പ്രാധാന്യം, അമ്മയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നു. 3ാമത്തെ പോയിന്റ്,
ദ പോയിറ്റ് സ്പീക്സ് ഫോർ എവരി വിമൺ ഇൻ ദ ഫാമിലി. എനി വിമൺ എന്ന് പറയുമ്പോൾ ഏത് സ്ത്രീയെ കുറിച്ച്? ഒരു ഫാമിലിയിൽ, കുടുംബത്തിലുള്ള എല്ലാ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. ഷീ സേസ് ദാറ്റ് മദർ ഈസ് ദ പില്ലർ ഓഫ് ദ ഹൗസ്. അപ്പൊ ഈ കവിതയിൽ കുറെ മെറ്റഫർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. കവിതയിൽ കുറെ മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ മെറ്റഫറാ? മെറ്റഫർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം. പില്ലർ, പില്ലർ ഒരു മെറ്റഫർ ആണ്. ദ മദർ ഈസ് ദ പില്ലർ ഓഫ് ദ ഹൗസ്. വീടിന്റെ, കുടുംബത്തിന്റെ പില്ലറാണ്, തൂണാണ് ആര്? മദർ. രണ്ടാമത്തെ മെറ്റഫർ, ഷീ ആൾസോ ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച്. അപ്പൊ രണ്ടാമത്തെ മെറ്റഫർ ഏതാണ്? ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു പില്ലറാണ്, പില്ലർ. രണ്ടാമത്തെ ഏതാണ്? കീ സ്റ്റോൺ ആണ്, കീ സ്റ്റോൺ ആണ് രണ്ടാമത്തെ മെറ്റഫർ. ഇൻ ഹർ ആബ്സെൻസ് ദ ഹോൾ ഫാമിലി വിൽ ബി റൂയിൻഡ്. അപ്പൊ അവരുടെ ആബ്സെൻസിൽ, അമ്മയില്ലെങ്കിൽ ഫാമിലി എന്താവും? റൂയിൻ. റൂയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂയിൻ, തകർന്നു പോവുക. റൂയിൻ എന്ന് പറഞ്ഞാൽ ഷാറ്റർ, തകരുക എന്നുള്ളതാണ്, തകർന്നു പോകുന്നതാണ്. നെക്സ്റ്റ്, ദസ് വിമൻ ഗീവ് സ്ട്രെങ്ത് ടു ദ ഫാമിലി സ്റ്റേ ടുഗെദർ. ഇപ്പൊ കുടുംബത്തെ സ്റ്റേ ടുഗെദർ, ഒരുമിപ്പിച്ച് നിർത്തുന്നത്, ടുഗദറായിട്ട് അല്ലെ, ഒരുമിപ്പിച്ച് നിർത്താനുള്ള സ്ട്രെങ്ത്, കരുത്തുള്ളവളാണ് ആര്? സ്ത്രീ. അടുത്ത പോയിന്റ്, ദ വുമൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ഇൻ ദ ഫാമിലി. കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗമാണ് ആര്? സ്ത്രീ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ദ പേഴ്സൺ ഓഫ് ദ ഫാമിലി. അടുത്തത്, ഷീ കനോട്ട് ബി പ്ലേസ്ഡ്. ഒരു സ്ത്രീ ഒരിക്കലും കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. ഷീ കനോട്ട് ബി പ്ലേസ്ഡ്. അപ്പൊ ഇതൊക്കെയാണ് ആദ്യം പറയുന്ന ആ സെന്റൻസിൽ, ആ സ്റ്റാൻസകളുടെ ഓരോ സ്റ്റാൻസയിലും പറയുന്ന അർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഷീ കനോട്ട് ബി റീപ്ലേസ്, അവളെ മാറ്റാൻ പറ്റില്ല. പിന്നെ വിമൻ പ്രൊവൈഡ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഓഫ് ദ സൺ അല്ലെ. ഫാമിലി, കുടുംബത്തിന് ഹീറ്റും ലൈറ്റും നൽകുന്നത് ആരാണ്? വുമൺ ആണ്. കുടുംബത്തിന് ഹീറ്റും ലൈറ്റും നൽകുന്നത് സ്ത്രീയാണ് എന്നാണ് പറഞ്ഞത്. അതായത് വുമൺ ആരെ പോലെയാണ്? വിമൺ ആരെ പോലെയാണ്? സണ്ണിനെ പോലെയാണ്. വിമൺ ആരെ പോലെയാണ്? സൺ, സൺ. വിമൻ ഒരു സൺ, സൂര്യനെ പോലെയാണ്. വിത്തൗട്ട് വുമൻ ഫാമിലി ബിക്കം കോൾഡ് ലൈക്ക് സ്റ്റോൺ. അപ്പൊ സ്ത്രീ ഇല്ലെങ്കിൽ ഫാമിലി എന്തുപോലെയാവും? സ്റ്റോണിനെ പോലെ, തണുത്തുറഞ്ഞ ഒരു കല്ലിനെ പോലെയാവും എന്നാണ് പറയുന്നത്. വുമൻ പ്രൊവൈഡ് ദ ചിൽഡ്രൻ ലൈറ്റ് ഓഫ് ലവ്. സ്ത്രീ എന്ത് നൽകുന്നു? കുട്ടികൾക്ക് ലൈറ്റ് ഓഫ് ലവ്, സ്നേഹമാവുന്ന പ്രകാശമാണ് സ്ത്രീ. കണ്ട, മെറ്റഫറാണ്, ലൈറ്റ് ഓഫ് ലവ് ആണ്, മെറ്റഫറാണ്. കീ സ്റ്റോൺ കഴിഞ്ഞു അടുത്ത് പറഞ്ഞു ഹെർത്ത് ആണ്, സണ്ണാണ്, ലൈറ്റ് ഓഫ് ലവ് ആണ്. ലൈറ്റ് ഓഫ് ലവ് മെറ്റഫർ ആണ്. വിമൻ പ്രൊവൈഡ് വാംത്ത് കംഫർട്ടബിൾ ദ ചിൽഡ്രൻ. കുട്ടികൾക്ക് എന്ത് നൽകുന്നു? വാം നൽകുന്നു അല്ലെ, ചൂട് നൽകുന്നു, സുരക്ഷിതത്വം നൽകുന്നു. വുമൻ ഹോൾഡ് ചിൽഡ്രൻ ടുഗെദർ ദ ലവ് ഓഫ് റിംഗ് ഓഫ് ലവ്. ലവ് റിംഗ്, ദ ലവ് റിംഗ്, ദ സീക്രഡ് റിംഗ്. സീക്രഡ് റിംഗ് എന്ന് പറയുന്നുണ്ട് കവിതയില്. ആ സീക്രഡ് റിംഗ് ആണ് ലവ് റിംഗ് എന്ന് പറയുന്ന, സ്നേഹമാവുന്ന വലയത്താൽ കുടുംബത്തോട് ചേർത്ത് നിർത്തുന്നത് ആരാണ്? സ്ത്രീയാണ്. നോട്ട് ചെയ്തോ മക്കളെ. ദ ലവ് റിംഗ് ഓഫ് എന്ന് പറയുന്നത് സീക്രഡ് റിംഗ്. എന്താണ് സീക്രഡ് റിംഗ്? സീക്രഡ് റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കവിതയെ സീക്രഡ് റിംഗ് എന്ന് പറഞ്ഞു. ആ സീക്രഡ് റിംഗ് ആണെന്ത്? ലവ് റിംഗ്, സ്നേഹമാവുന്ന വലയം കൊണ്ട് കുടുംബത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ചേർത്ത് നിർത്തുന്നു. ഓക്കെ. ദ ചിൽഡ്രൻ ആർ പ്രൊട്ടക്റ്റഡ് വിത്ത് സീക്രഡ് റിംഗ്. അപ്പൊ ആ സീക്രഡ്, ആ പവിത്രമായ വലയത്തിനകത്ത് കുട്ടികൾ പ്രൊട്ടക്റ്റഡ് ആണ് അല്ലെ, സംരക്ഷിതരാണ്. സോ ചിൽഡ്രൻ നെവർ വാണ്ടർ അവേ. അതുകൊണ്ട് മക്കൾ ഒരിക്കലും വാണ്ടർ അവേ, അലഞ്ഞു തിരിയ, വാണ്ടർ അവേ, അലഞ്ഞു തിരിഞ്ഞു പോവില്ല എന്ന്. വിമൻ മേക്സ് അപ്പ് ദ എൻറ്റയർ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. ഇനി നമ്മളോട് പറയുന്നത് ഒരു കുടുംബത്തിൽ സ്ത്രീക്ക് എന്തെല്ലാം ജോലികൾ ചെയ്യാനുണ്ട്. അപ്പൊ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. സ്ത്രീ കുടുംബത്തിൽ എന്തെല്ലാം ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കുക. വിമൻ മേക്സ് അപ്പ് ദ എൻറ്റയർ ഹൗസ് ഫ്ലോർ ടു റൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോർ ടു റൂഫ് ഏത് ജോലിയാണ് പറയുന്നത്? ഫ്ലോർ ടു റൂഫ് എന്നുള്ളതില് എന്ത് ജോലിയാ ചെയ്യുന്നത്? ക്ലീനിങ് അല്ലെ, ക്ലീനിങ്. അപ്പൊ ക്ലീനിങ് എന്നുള്ള ജോലി സ്ത്രീ ചെയ്യുന്നു. പിന്നെ ഷീ ഡക്കർ ദ വാൾ. ഡക്കർ എന്ന് പറഞ്ഞാൽ എന്താ? ഡെക്കറേറ്റ് ചെയ്യുക. ചുമരുകൾ ഡെക്കറേറ്റ് ചെയ്യുന്നതും കർട്ടൻ സ്പിൻ ചെയ്യുന്നതും. എങ്ങനെയാ കർട്ടൻ സ്പിൻ ചെയ്യുന്നത്? വാർപ്പ് ആൻഡ് വൂഫ് എന്നാണ് പോയത്തില് പറഞ്ഞ്. അപ്പൊ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ, തലങ്ങും വിലങ്ങും നൂലുകൾ നെയ്യുന്നത് പോലെ കർട്ടൻ തുന്നുന്നതും, മേക്ക് ദ ബെഡ് ഒരുക്കുന്നതും. അപ്പൊ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ബെഡ് ഒരുക്കുന്നത് എന്ന് ചോദിക്കാം. എങ്ങനെയാണ് ബെഡ് ഒരുക്കുന്നത്? ലൈക്ക് എ മദർ ബേർഡ്. ആരെ പോലെ? ലൈക്ക് എ മദർ ബേർഡ്, ഒരു അമ്മ പക്ഷിയെ പോലെ.
എന്ത് ചെയ്യുന്നു? ഷെയ്ക്ക് ഡൗൺ ഹെർ ഫെദേഴ്സ് എന്നാണ്. ഒരമ്മ പക്ഷി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ഷെയ്ക്ക് ഡൗൺ ദെയർ ഫെദേഴ്സ്. അവരുടെ ഫെദേഴ്സ്, അവരുടെ തൂവലുകൾ പൊഴിച്ചുകൊണ്ട് കൂടൊരുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ അമ്മ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഫെദേഴ്സ് ഷെയ്ക്ക് ഡൗൺ ചെയ്ത് പൊഴിച്ചുകൊണ്ട് കൂട് ഒരുക്കുന്നത് പോലെ മദർ എന്ത് ചെയ്യുന്നു? മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? മേക്ക് ദർ ബെഡ്, കിടക്ക ഒരുക്കുന്നു. കണ്ടോ? കിടക്ക ഒരുക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ. അപ്പൊ വാഷിംഗ് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, കർട്ടൻ സ്പിൻ ചെയ്യുന്നുണ്ട്, വാള് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലേ, ഗൈഡ് ചെയ്യുന്നുണ്ട്, നേഴ്സ് ചെയ്യുന്നുണ്ട്, ബെഡ് ഒരുക്കുന്നുണ്ട്. ഇതൊക്കെ മദർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അടുത്തത് ഷീ പ്രൊട്ടക്ട് ദ ഫാമിലി ഫ്രം ഡേഞ്ചർ ആൻഡ് ഡിസാസ്റ്റർ. കുടുംബത്തെ അവൾ എന്തിൽ നിന്ന്? ഡിസാസ്റ്റർ, ദുരന്തങ്ങളിൽ നിന്നും, ഡേഞ്ചർ, അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. മദർ ഏതുപോലെ? വിൻഡും സ്നോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഡോറ് പോലെയും വാള് പോലെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട് നമ്മളെ. പോയം എൻഡ് വിത്ത് എ പ്രയർ. ഇനി കവിത അവസാനിക്കാൻ പോവാണ്. എങ്ങനെയാ ഈ കവിത അവസാനിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ബൈബിളിക്കൽ അലൂഷൻ തന്നുകൊണ്ട് കവിത അവസാനിക്കുകയാണ്. ബൈബിളിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്. മദർ പ്രേ ടു ദ ജീസസ്, ഇൻഫന്റ് ജീസസ്. അമ്മ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ഈ പോയത്തില് മദർ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ഇൻഫന്റ് ജീസസിനോട്, അല്ലെ, ശിശുവായ ജീസസിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ദൗ ഹൂ ലെയ്ഡ് എന്ന് പറയുന്നുണ്ട്. എ വുമൺ ഇൻ എ മാൻജർ എന്ന് പറയുന്നു. മാൻജർ എന്ന് പറഞ്ഞാൽ എന്താ? കവിതയിൽ പറയുന്നു, പുൽത്തൊഴുത്തിൽ സ്ത്രീ കയ്യെ കിടത്തിയില്ലേ എന്ന് ചോദിക്കുന്നു. പുൽത്തൊഴുത്തിൽ കിടന്ന സ്ത്രീ ആരാണ്? വെർജിൻ മേരി, അല്ലെ, കന്യാമറിയമാണ്. അപ്പൊ ജീസസ് ക്രൈസ്റ്റിന് ജന്മം നൽകാൻ കന്യാമറിയം. അപ്പോ ഹോളി മാരിയെ കുറിച്ചാണ് എ വുമൺ, ദൗ ഹൂ ലെയ്ഡ് എ വുമൺ ഇൻ എ മാൻജർ എന്ന് പറയുന്നത്. ഞാൻ കവിതയിലെ വരിയാണ് പറഞ്ഞു കേട്ടോ. അവസാനത്തെ കവിതയുടെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തെ ദൗ ഹൂ ലെയ്ഡ് എ വുമൺ ഇൻ എ മാൻജർ. അവിടെ വുമൺ എന്ന് പറയുന്ന ആരാണ്? കന്യാമറിയമാണ്. അപ്പോ അവിടെ മദർ ആരോടാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ മദർ പ്രാർത്ഥിക്കുന്ന ആരോടാണ്? ഇൻഫന്റ് ജീസസിനോടാ. ജീസസ് എന്ന് പറഞ്ഞ ശിശുവായിട്ടുള്ള ജീസസിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, ഇനി മദർ പ്രേ ടു ഗോഡ്. എന്താ മദർ ഗോഡിനോട് പ്രാർത്ഥിക്കുന്നത്? മദർ ഗോഡിനോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? മദർ പ്രേ ടു ഗോഡ് ടു ഗീവ് ഹെർ ലൈഫ് ഓൺ എർത്ത് ആസ് ലോങ് ആസ് ഹെർ ചിൽഡ്രൻ നീഡ് ഹെർ സപ്പോർട്ട് എന്നാണ്. എന്ത് ചെയ്യണം? ഗീവ് ഹെർ ലൈഫ്, എനിക്ക് ജീവിതം തരൂ, എനിക്ക് ജീവിതം തരൂ ഈ ഭൂമിയിൽ ഏതുവരെ? ആസ് ലോങ് ആസ് ഹെർ ചിൽഡ്രൻ നീഡ് ഹെർ സപ്പോർട്ട് എന്ന. മക്കൾക്ക് എത്ര കാലം എന്റെ സപ്പോർട്ട് വേണോ അത്ര കാലം എനിക്ക് ജീവിച്ചിരിക്കാൻ അവസരം നൽകണേ എന്നാണ് മദർ എന്ത് ചെയ്യുന്നത്? ജീസസ് ക്രൈസ്റ്റിനോട് പ്രാർത്ഥിക്കുന്നത്. ഇത് പഠിക്കണം, ഇത് പഠിക്കണം. ഏത് പഠിക്കണം? മദർ നടത്തുന്ന പ്രാർത്ഥന ആരോടാണ്? എന്താണ് മദർ ജീസസ് ക്രൈസ്റ്റിനോട് പ്രാർത്ഥിക്കുന്നത്? അപ്പൊ ഇത്രയും പോയിന്റ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ കവിതയിലെ പ്രധാനപ്പെട്ട ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? മെറ്റഫർ ആണ്. അപ്പൊ മെറ്റഫർ ആയിട്ട് വരുന്നത് പില്ലർ വരുന്നുണ്ട്, കീ സ്റ്റോൺ വരുന്നുണ്ട്, അല്ലെ, അതുപോലെ ഹേർത്ത് വരുന്നുണ്ട്, സണ്ണ് വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്, വാംത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഘടകങ്ങള് ഇതില് മെറ്റഫർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിലെ ലാസ്റ്റ് ലൈനിൽ പറയുന്ന ദ വുമൺ എന്ന് പറയുന്നത് ആരാണ്? അത് വിർജിൻ മാരിയാണ്, ഹോളി മാരിയാണ്, കന്യാമറിയമാണ്. അല്ലെ, മദർ ആരോടാ പ്രയർ ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നത് ഇൻഫന്റ് ജീസസിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഗോഡിന്റെ സപ്പോർട്ട് വേണം. എന്തിനു വേണ്ടി? മക്കൾക്ക് എത്ര കാലം മദറിന്റെ സപ്പോർട്ട് വേണോ അത്ര കാലം ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം? എന്നെ സഹായിക്കണേ എന്നാണ് ഒരു മദർ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്. പ്രധാനമായും പഠിക്കേണ്ട കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ ഒരു 4 സെന്റൻസ് പഠിച്ചു വെച്ചോ. ഉറപ്പായിട്ടും ഈ കവിതയിൽ നിന്ന് വരികൾ ചോദിക്കുമ്പോൾ എടുത്ത് ചാർത്തിക്കോ. പകുതി മാർക്ക് എന്തായാലും നമുക്ക് അവിടെ ഷുവറാണ്. ബാക്കി ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിച്ചോ. എന്നാൽ ബാക്കിയുള്ള മാർക്കുകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും ഈ കവിതയിൽ നിന്ന്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോടൊന്ന് പറയാണ്, ക്ലാസ് കേട്ട് പോകുന്നവര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മക്കളെ സബ്സ്ക്രൈബ് ചെയ്തോ. അടുത്ത ക്ലാസ് വരുന്നത് നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോണിലേക്ക് എത്തും. അപ്പോ ഒരു മിസ്സിംഗ് ഇല്ലാതെ നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം, നല്ല മാർക്ക് വാങ്ങാം. ഈ സേ പരീക്ഷ, ഈ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നമ്മൾ തകർത്തിരിക്കും.